നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇത്തവണ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെയും മമതയെയും ഏറ്റവും കൂടുതൽ സഹായിച്ച പെൺപുലിയിൽ ഒന്നാണ് തൃണമൂൽ കോൺഗ്രസിലെ ജാവേദ്പൂർ MP ആയിട്ടുള്ള സൈനി ഘോഷ്. സിനിമ സീരിയൽ രംഗത്തൊക്കെ അവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധിയായ വെബ് സീരീസുകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അവരാണ് ഇത്തവണ മമതാ ബാനർജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് വലിയ പ്രചരണം നടത്തിയത്. നമുക്കറിയാം, മഹുവ മൊയ്ത്രയെ പോലുള്ള നേതാക്കളെ BJP എത്രത്തോളം ഭയക്കുന്നു എന്നുള്ളത്. കല്യാൺ ബാനർജിയെയും അഭിഷേക് ബാനർജിയും ഒക്കെ BJP എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. കല്യാൺ ബാനർജി പരിഹാസരൂപേണ ചൂ കിത് കിത് എന്ന കളിയെക്കുറിച്ച്, നമ്മുടെ ഈ നാട്ടിലെ ഏണിയും പാമ്പിനും സമാനമായിട്ടുള്ളൊരു കളിയെക്കുറിച്ച് പറഞ്ഞത് ലോക്സഭയിൽ BJPയുടെ അംഗസംഖ്യ കുറയാനുണ്ടായ കാരണവും ജനങ്ങൾ പഞ്ഞിക്കിടും എന്ന രീതിയിലുള്ള ഒരു ലേബലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. അമിത്ഷാ നേതൃത്വം നൽകിക്കൊണ്ട് നേരിട്ട് പ്രചരണം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത്. 2 ഘട്ടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ്. അവിടെ ക്രമസമാധാന നില സാധാരണഗതിയിൽ മന്ദഗതിയിലാണ്. വളരെ ബുദ്ധിമുട്ടാണ് പോളിംഗ് ദിവസം അവിടുത്തെ ക്രമസമാധാനം പരിപാലിക്കുക എന്നുള്ളത്. 70ഓളം ബൂത്തുകളിൽ റീപോളിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് BJPയുടെ ആവശ്യപ്രകാരം നടത്തുന്നു. നമുക്ക് പണ്ടൊക്കെ പലരും പ്രതിപക്ഷത്തിരുന്നവർ റീപോളിംഗ് ആവശ്യപ്പെടുമ്പോഴൊന്നും കേൾക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനെ എന്താണ് നിജസ്ഥിതി എന്നൊന്നും പരിശോധിക്കാതെ തന്നെ BJP ആണോ ആവശ്യപ്പെട്ടത്, അതിലെന്തെങ്കിലും കാര്യം കാണും എന്ന് പറഞ്ഞ് റീപോളിങ്ങിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കാണുന്നത്. ജ്ഞാനേഷ് കുമാർ ഇതിനപ്പുറവും BJPക്ക് വേണ്ടി ചെയ്യും. അമിത്ഷായുടെ ഒരു ദാസനായി ദാസ്യവേല ചെയ്യാൻ യാതൊരു മടിയുമില്ലാതെ അമിത്ഷാ നേരിട്ട് അപ്പോയിന്റ് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം നമുക്കറിയാം, ജ്ഞാനേഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മോദിയും ക്യാബിനറ്റിലെ മന്ത്രിയായിട്ടുള്ള അമിത്ഷായും കൂടെ ചേർന്ന് അർദ്ധരാത്രി തെരഞ്ഞെടുത്താണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ പ്രക്ഷോഭിതനായി ഇറങ്ങിപ്പോയ ഒരു കമ്മിറ്റിയിൽ നിന്നാണ് ജ്ഞാനേഷ് കുമാറിൻ്റെ പേര് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ഭരണഘടനാ വിരുദ്ധമായിരുന്നു ജ്ഞാനേഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. ബംഗാളിലെ 90 ലക്ഷത്തിലധികം വോട്ടർമാരെ SIR നടപടിയിലൂടെ പുറത്താക്കി. അവിടെ മൊത്തം പോൾ ചെയ്ത വോട്ട് അടിസ്ഥാനപ്പെടുത്തി വരുമ്പോൾ പല ക്രമക്കേടുകളും പല മണ്ഡലങ്ങളിലും ഉണ്ട്. പല മണ്ഡലങ്ങളിലും മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ ക്രമക്കേടുകൾ ഇപ്പോൾ ഓരോന്നായി തൃണമൂൽ കോൺഗ്രസ് അക്ഷരം പ്രതി എടുത്തു വച്ചിരിക്കുകയാണ്. എക്സിറ്റ് പോളുകളിലെല്ലാം BJPയുടെ മുന്നേറ്റം, BJPക്ക് 160 മുതൽ 170 സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആഹ്ലാദത്തിലാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള നിലവിലെ BJP. നന്ദിഗ്രാമിലെ ഗുണ്ടാരാഷ്ട്രീയം മാത്രം പയറ്റി ശീലമുള്ള സുവേദു അധികാരിയും സംഘവും ബംഗാളിനെ പരിപൂർണമായി പിടിച്ചെടുത്തുകൊണ്ട് ഇനി എങ്ങനെയാണോ തൃണമൂൽ CPM-കാരെ മൊത്തത്തിൽ കയ്യേറ്റം ചെയ്ത് 10 കൊല്ലം കൊണ്ട് നിലംപരിശാക്കിയത്, അതുപോലെ തൃണമൂലുകാരെ നേരിട്ട് കയ്യാങ്കളിയിലൂടെ അടിച്ചൊതുക്കുക. അതായത് ഇന്ത്യയുടെ ഏറ്റവും ഈസ്റ്റ് ഭാഗമായിട്ടുള്ള പ്രദേശവും ഏറ്റവും വെസ്റ്റിൽ നിൽക്കുന്ന കിഴക്കും പശ്ചിമ മേഖലയും പരിപൂർണമായി, ഈ രണ്ടിടത്തും നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പരിപൂർണമായി BJPയിലേക്ക് എത്തിക്കുക. ഗുജറാത്തിന് സമാനമായി ബംഗാൾ എത്തിക്കാൻ കഴിയുമെന്നാണ് അമിത്ഷായുടെ പ്രത്യാശ.